പലരും ചോദിക്കുന്നുണ്ട് ഈ യു എസിലേക്ക് വിസ പ്രോസസ്സ് എങ്ങനെയാണെന്ന്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇപ്പം അടുത്ത് ഈ അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി വിട്ടത് എങ്ങനെയാണ്, അപ്പോൾ അവർക്ക് ശരിക്കുള്ള വിസ എടുത്തിട്ട് പോയിക്കൂടാന്ന്. പക്ഷേ ഈ അമേരിക്കയിലേക്ക് വളരെ റയറായിട്ട് മാത്രമേ ജോബ് ഇൻ്റർവ്യൂ നടക്കുന്നുള്ളൂ. അതായത് വർക്ക് വിസ വളരെ അപൂർവമായിട്ടേ കിട്ടുകയുള്ളൂ. പ്രൊഫഷണൽസിനും എൻജിനീയറിനും അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ വിസ കിട്ടുകയുള്ളൂ. പിന്നെ എല്ലാം മൈഗ്രേഷനാണ്. മൈഗ്രേഷനിൽ 2 വർഷം നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അതിൻ്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞാൽ അമേരിക്കയിൽ 2 വർഷം തങ്ങാം. 2 വർഷത്തിനുള്ളിൽ വിസ റെഡിയാക്കി നമ്മൾ ജോലിയിലേക്ക് മാറുകയാണെങ്കിൽ അത് കൃതമായി. 2 വർഷം കഴിഞ്ഞവർ ഇത്രയും പൈസ മുടക്കി വിസയ്ക്ക് വേണ്ടിയിട്ട് അവിടെ $20 ലക്ഷം ഡോളറോളം ബാങ്ക് ഗ്യാരണ്ടി ഒക്കെ കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ പ്രോസസ്സിങ്ങിലൂടെയാണ് മൈഗ്രേഷൻ വഴി യു എസിലെത്തുന്നത്. അപ്പോൾ 2 വർഷം വരെയാണ് ആ വിസയിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ. 2 വർഷം കഴിഞ്ഞിട്ട് ജോലി ആയില്ലെങ്കിൽ ചിലർ പിന്നീട് തുടരുകയും അത് അനധികൃതമാവുകയും ചെയ്യും. അപ്പോൾ യു എസിൽ ഒരു കേസിൽ കോടതിയിൽ കേസ് എത്തി കഴിഞ്ഞാൽ 3 വർഷം വരെയെങ്കിലും നമുക്ക് നിൽക്കാൻ സാധിക്കും. അതുപോലെ വേറൊന്നുള്ളതാണ് സ്റ്റുഡൻറ്റ് വിസ. നമ്മളവിടെ പഠിക്കാനായിട്ട് പോകുന്ന തരത്തിൽ സ്റ്റുഡൻറ്റ് വിസ. പിന്നെ വേറൊരു തരത്തിലുള്ളതാണ് ഈ അവിടുത്തെ ഏതെങ്കിലും ജോലിയുള്ള ആളുകളെ കല്യാണം കഴിക്കുക. സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾക്കാണ് അവിടെ ജോലിയെങ്കിൽ പുരുഷന്മാരെ അവരെ കല്യാണം കഴിക്കുകയും അവിടേക്ക് ഹസ്ബൻഡിനെ അവിടെ ജോലിയുള്ള ഹസ്ബൻഡിനെ ഫാമിലി വിസയിൽ കൊണ്ടുപോവുകയും അങ്ങനെ കയറി പറ്റുന്നവരുണ്ട്. ഈ മൈഗ്രേഷനിൽ പ്രത്യേകിച്ച് ഭയങ്കര ഇൻ്റർവ്യൂ കേട്ടവരനെ അത് എംബസി ഇൻ്റർവ്യൂവും എല്ലാം ഉണ്ടായിരിക്കും. അത് പാസ്സായാൽ മാത്രമേ അമേരിക്കയിലേക്കൊക്കെ പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ വേറെ ഗ്രൂപ്പുള്ള ഏജൻറ്റിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ അവിടെയുള്ള ഒരു ഗ്രൂപ്പാണത്. അവർക്ക് ഇത് തന്നെയാണ് ബിസിനസ്. അതായത് നമ്മളെ കല്യാണം കഴിച്ച് കൊണ്ടുപോകും. അവിടുത്തെ ഇതായിരിക്കാം, അവിടുത്തെ പെണ്ണുങ്ങളായിരിക്കാം. നമ്മളെ ഇവിടെ നിന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നു, ഹസ്ബൻഡിനെ കൊണ്ടുപോകുന്നു. അവിടെ ചെന്നതിന് ശേഷം ഈ പെണ്ണ് അവിടെ കോടതിയിൽ ഡൈവേഴ്സ് നോട്ടീസ് കൊടുക്കുകയും 3 വർഷം നമുക്ക് അവിടെ തങ്ങാനും പറ്റുകയും അതിനുള്ളിൽ വിസ സംഘടിപ്പിച്ച് ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ സ്ഥിരമായി നിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെയും പോകുന്നവരുണ്ട്. പിന്നത്തേതാണ് ഈ മെക്സിക്കൻ അതിർത്തി വഴി പോകുന്ന രീതി. അതിനായിട്ട് ഹെയ്ത്തിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹെയ്ത്തിയിൽ ഇന്ത്യൻ പാസ്പോർട്ടിന് വാലിഡ് പാസ്പോർട്ടിന് പിന്നെ വിസ വേണ്ട. അപ്പോൾ ഹെയ്ത്തിയിൽ എത്തിപ്പെടുകയും ഹെയ്ത്തിയിൽ നിന്ന് ക്യൂബയിലേക്ക് എത്തിപ്പെടുകയും ക്യൂബയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് കങ്കൺ വഴി ക്യൂബയിൽ നിന്ന് കങ്കണിലേക്ക് പ്രവേശിക്കുകയും മെക്സിക്കോ എത്തുകയും ചെയ്തു. കങ്കൺ മെക്സിക്കോൻ്റെ അങ്ങേ അറ്റത്തിലുള്ള ഒരു സമുദ്ര തീരമാണ്. അപ്പോൾ ക്യൂബയിൽ നിന്ന് അവിടേക്ക് പ്രവേശിക്കുകയും മെക്സിക്കോയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മെക്സിക്കോയിലൂടെ നടന്ന് നീങ്ങി കിലോമീറ്ററോളം നടന്ന് നീങ്ങി മെക്സിക്കൻ അങ്ങേയറ്റത്താണ് USA. അവിടെ വലിയ കാടുകളാണ്. കാടുകളിലൂടെ സഞ്ചരിച്ച് അമേരിക്കയിലേക്ക് പ്രവേശിക്കുകയും അമേരിക്കയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ
ജോലിയൊക്കെ സംഘടിപ്പിച്ച് ഒറിജിനൽ വിസ സംഘടിപ്പിച്ച് നിൽക്കും. അങ്ങനെ അതുണ്ട്. ഇതെല്ലാം ഏജൻറ്റുമാരാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ അമേരിക്കയിൽ ഉള്ള ഏജൻറ്റുമാരുണ്ട്, നമ്മൾ ഇന്ത്യയിലുള്ള ഏജൻറ്റുമാരുണ്ട്. ഇവർ രണ്ടുപേരും ചേർന്നാണ് നമ്മളിന്ന് പൈസ മേടിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും പൈസ കിട്ടുന്നുണ്ട്. അതുപോലെ അവിടുത്തെ അമേരിക്കൻ ലേഡീസ് കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നതും ഒരു ഗ്രൂപ്പ് തന്നെയാണ്. അവർക്കും അതിൻ്റെ പൈസ കിട്ടുന്നുണ്ട്. അതുപോലെ മൈഗ്രേറ്റ് ചെയ്ത് പോകുമ്പോഴും നമ്മൾ ഗവൺമെൻറ്റിൽ ബാങ്ക് ഗ്യാരണ്ടി 20 ലക്ഷം ഉള്ളത് കാണിക്കണം. അങ്ങനെ 3 വർഷം നമുക്കവിടെ നിൽക്കാനായിട്ട് പറ്റും. അതിനുള്ളിൽ ജോലി സംഘടിപ്പിച്ച് വിസ സംഘടിപ്പിച്ച് അവിടെ സ്ഥിരമാക്കാനുള്ള ശ്രമം നടത്തുന്നവരുണ്ട്. പിന്നെ വിസിറ്റിംഗ് വിസയിൽ പോകുന്നവരുണ്ട്. വിസിറ്റിംഗ് വിസ എന്ന് പറയുമ്പോൾ 6 മാസമാണ് കിട്ടുക. ഈ 6 മാസം അവിടെ തങ്ങി ജോലി സംഘടിപ്പിക്കുന്നവരുണ്ട്. ശരിയായിട്ടുള്ള രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്റ്റുഡൻറ്റ് വിസയാണ്. ഇതിന് അവിടെ നമ്മൾക്ക് അതിന് യോജ്യമായ ഡിഗ്രിയും മറ്റുമൊക്കെ നമ്മളെ എഡ്യൂക്കേഷൻ നമ്മളെ കൈവശം വേണം. അങ്ങനെയുള്ളവർക്ക് അവിടെ എഡ്യൂക്കേഷനായിട്ട് പോകാനായിട്ട് സാധിക്കും. പ്രൊഫഷൻസിനും അതുപോലെ നേഴ്സ്, ഡോക്ടർ, എൻജിനീയർ, അതുപോലെ ഈ പ്രൊഫഷണലായിട്ടുള്ള ആളുകൾക്ക് ഡയറക്റ്റ് വർക്ക് പെർമിറ്റ് കിട്ടും. അങ്ങനെയൊക്കെയാണ് US പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പം മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാൽ അത് അനധികൃതമായി. വിസിറ്റ് വിസയാണെങ്കിൽ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അനധികൃതമായി. പിന്നെ മെക്സിക്കൻ അതിർത്തിയിലൂടെ പോകുന്നത് വിസ ഉള്ളവരും പോകുന്നുണ്ട്, വിസ ഇല്ലാത്തവരും പോകുന്നുണ്ട്. വിസ ഇല്ലാത്തവർ പോകുമ്പോൾ അത് പ്രവേശിക്കുന്ന അന്ന് മുതലേ അനധികൃതമാണ്. വിസയുള്ളവർ എന്തുകൊണ്ടാണ് മെക്സിക്കൻ അതിർത്തിയിലൂടെ പോകണമെന്ന് വെച്ചാൽ ഈ US എയർപോർട്ടുകളെല്ലാം ഇൻ്റർവ്യൂകളുണ്ട്. അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഇൻ്റർവ്യൂ ചെയ്യും. അത് പാസ്സായാൽ മാത്രമേ നമുക്ക് വിസ ഉണ്ടെങ്കിലും അമേരിക്കയിലേക്ക് പ്രവേശനം കിട്ടുകയുള്ളൂ. അപ്പോൾ അവിടുത്തെ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായതിന് ശേഷമേ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ മെക്സിക്കൻ അതിർത്തി കൂടെ പ്രവേശിക്കുന്നവരുണ്ട്. എന്തായാലും ഈ വിസയുടെ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അനധികൃതമായിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ളവരെ പിടിച്ചിട്ടാണ് ഇവർ ഇപ്പോൾ അയച്ചിട്ട് മുഴുവനും മെക്സിക്കോ അതിർത്തി കൂടെ പോയവരും വിസ ഇല്ലാത്തവരല്ല അനധികൃതർ. ശരിയായ വിസയിൽ പോയിട്ട് അവിടെ തങ്ങുന്നവരും കാലാവധി കഴിഞ്ഞ് തങ്ങുന്നവരും അനധികൃതമാണ്. ഇങ്ങനെയാണ് അവിടുത്തെ US വിസയുടെ സിറ്റുവേഷൻ. എങ്ങനെ പോയാലും 45 ലക്ഷം രൂപ ചിലവ് വരും.